ഹായ് ഗായ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഡ്രോയിങ് എല്ലാം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കപ്പലിൻ്റെ മുട്ടായിയാണ് ഇന്ന് മാറ്റിപ്പിച്ചേക്കുന്നത്. നമ്മൾ ആദ്യം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കപ്പലിൻ്റെ എടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ശർക്കര എടുക്കണം. ആ മധുരത്തിനനുസരിച്ച് എടുക്കാം. അത് കഴിഞ്ഞ് പച്ചക്കപ്പലിൻ്റെ ആണെങ്കിൽ നമ്മൾ നല്ലോണം വറുത്തെടുക്കണം. പിന്നെ നമ്മൾ ഈ വറുത്ത കപ്പലിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരിയൊക്കെ വറുത്താൽ മതി. നമ്മൾ വറുത്ത് എടുക്കണം. വറുത്ത് തൊലി കളഞ്ഞ് 2 പീസായിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് തൊലി കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ശർക്കര ഇടും. ശർക്കര ഇട്ടിട്ട് പാവ് കാച്ചിട്ട് നമ്മൾ അരിപ്പ് വെച്ചൊന്ന് അരിക്കുന്നത് എന്തിനാന്ന് നിങ്ങൾക്കറിയാവോ? അതിൽ അരിക്കൊക്കെ ഉണ്ട്, അത് പോകാനാണ്. അത് കഴിഞ്ഞ് വീണ്ടും ആ പാനിൽ തന്നെ ഈ ശർക്കര തന്നെ നമ്മൾ വീണ്ടും ഒഴിക്കും. നല്ലോണം പാവ് കാച്ചി നമ്മൾ എടുത്തിട്ട് നമ്മൾ നല്ലോണം പതയൊക്കെ വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ഏകദേശം ആയെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ കപ്പലണ്ടി എടുക്കണം. നമ്മൾ ഇതിന് കടയിലെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മളൊരു പിഞ്ച് സോഡാപ്പൊടി ഇറക്കണം. കൂടുതലായി പോയാൽ പണി കുറയേണ്ടി വരും. പിന്നെ നമ്മളത് ഞങ്ങൾക്ക് പാനൊന്നുമില്ല, അപ്പം അതിന് പകരം ഞങ്ങൾ പാൻ ഇല്ലാത്തവർക്ക് പകരം ചീനിച്ചട്ടി എടുത്താലും മതി. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇളക്കി യോജിപ്പിക്കുക. ഇളക്കാനൊക്കെ ഇച്ചിരി പാടാണ്. നിങ്ങൾ തീ ഓഫ് ചെയ്തിട്ട് ഇളക്കിയാൽ മതി. നിങ്ങൾക്ക് പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ പാത്രത്തിലോട്ട് ഇടുക. ഞങ്ങൾക്കിതാണ് സൗകര്യം. പാത്രത്തിലാണെങ്കിൽ ഗ്ലാസ് വെച്ച് നമ്മൾ ഷേപ്പാക്കാം. ഇവിടെ ഞങ്ങൾ ഉരുട്ടിയാണ് ഷേപ്പാക്കിയത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്യാം. പക്ഷേ എന്തായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. എങ്ങനെ പറയണമെന്ന് പറഞ്ഞുകൂടാ. കടയിൽ അതേ ടേസ്റ്റ് ആയിരുന്നു, പൊളിയായിരുന്നു. നല്ല